അപ്പൊ എന്നെ എന്തോ കടിച്ചു പോലെ തോന്നുന്നു. അപ്പൊ പാമ്പാന്ന് തോന്നുന്നു. എന്തോ മോളെ പോലെ തോന്നി. പാമ്പാന്ന് മോള് കണ്ടോ? ഇല്ല, എന്തോ ഇഴയുന്ന പോലെ തോന്നി. മോള് കണ്ടില്ലയോ? മോള് പേടിക്കണ്ട കേട്ടോ. നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ പോവാം. എന്തോ മോളെ നോക്കട്ടെ. ഹലോ, നോക്കട്ടെ. നിങ്ങൾ എന്താ ഇവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ അയ്യോ എനിക്ക് വയ്യ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അവിടെ പോവാം. കൊച്ചിനെ എളുപ്പം ആശുപത്രി കൊണ്ടുപോകാൻ നിങ്ങൾ ഫോണും നീ ടെൻഷൻ അടിക്കാതെ, നീ ബഹളം ഉണ്ടാക്കാതെ. ഞാൻ വിളിച്ചത് 108ലേക്കാ വിളിച്ചു ചോദിച്ചത് ഏത് ഹോസ്പിറ്റലിൽ ആന്റിവെനം ഉള്ളതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു ചോദിച്ചതാ. നീ ടെൻഷൻ അടിക്കാതെ ഹോസ്പിറ്റലിൽ പോവാമേ. ഹലോ, നീ എവിടെടാ? ഒന്ന് ഇങ്ങോട്ടൊന്ന് വരണേ. ഒരാവശ്യമുണ്ട്, ഞാൻ വിളിച്ച് പറയാം. നീ ഇങ്ങോട്ട് വാ പെട്ടെന്ന്. അത് കഴിഞ്ഞില്ലയോ? ഇനി എളുപ്പം ആശുപത്രി പോകാൻ നോക്കൂ. ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെയും കൂടെ വിളിച്ചതാ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയം കൊണ്ട് അവ ഈ പരിസരമൊക്കെ ഒന്ന് നോക്കട്ടെ, അത് പാമ്പ് തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തട്ടെ. ഊഹാഭോഗങ്ങൾ കൊണ്ട് പോയിട്ട് കാര്യമില്ല. മോൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒട്ടും തന്നെ പാനിക്കാകാതെ 108 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അടുത്തുള്ള ഏത് ഹോസ്പിറ്റലിലാണ് ആന്റിവെനം കാണുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ആ ഹോസ്പിറ്റലിലേക്ക് മാത്രം പോകുക. വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി സമയം പാഴാക്കാതെ ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുക. രണ്ടാമത്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കളെയോ നമ്മുടെ അയൽപക്കക്കാരെയോ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞ് അത് കടിച്ചത് പാമ്പ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ചികിത്സയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. സമയം പാഴാക്കാതെ വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കുക.